നമ്മളിപ്പോൾ നമ്മുടെ വയലിലാണുള്ളത്. അപ്പം നമ്മൾ അന്ന് മീനൊക്കെ നമ്മുടെ ഇവിടെ ഒരു കുളമുണ്ട്, അവിടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മീനും അതുപോലെ തന്നെ പായലൊക്കെ. അപ്പം നോക്കിക്കേ, ഒരു 3-4 വെയിൽ തെളിഞ്ഞപ്പോഴേക്കും കുളമൊക്കെ വറ്റിയുള്ള മീനൊക്കെ കൊക്കോ തവളയോ എന്തൊക്കെയോ പിടിച്ചു നിന്ന്. ഇപ്പോൾ മീനിനൊന്നും കാണുന്നില്ല. നമ്മളാണെ ഒത്തിരി നാളെ താഴേക്ക് ഇറങ്ങിയിട്ട്, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നോക്കിക്കേ, പായലൊക്കെ നല്ല പൂ പോലത്തെ പായലുകൾ ഒരുപാടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് പോലും ഉണ്ടാവുന്നില്ല. ഇവിടെ നോക്ക്, വറ്റി 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 വരണ്ട് കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ പായൽ നല്ല സുന്ദരമായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്. മുറ്റത്തെ മുല്ലയ്ക്കാവുന്നു. ഭയങ്കര ഇവിടെ വന്ന് ഫുള്ള് ചെളിയാക്കി വെച്ചേക്കുവാണ്. കയ്യിൽ നിന്നൊന്നും ഇട്ടേ, നോക്കി ചെടി പിടിച്ച് വെച്ചേക്കുന്നത്. ഭയങ്കര ഇത് ചെളിയിൽ നല്ല സ്പാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെളി സ്പാ. അപ്പൊ നമ്മൾ കൊണ്ടിട്ട പായലാണ് ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടുത്ത് കാണിച്ചു തരാവേ. അതാ ഇതുണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പായൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുളത്തിലിട്ടിട്ട് വേറൊരു പായലുള്ളതുകൊണ്ട് ഈ പായലിനുണ്ടാവാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പായൽ ഇവിടെ കൊണ്ടിട്ടത് കാര്യമായിട്ടോ, കാരണം ഇവിടെ ഇവ നന്നായിട്ട് വളരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ അമ്മ പേരമരത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അമ്മ പേരമരത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ കുളം ഉള്ളത്. എന്തായാലും മീനിൻ്റെ ഒന്നും ഒരു അഡ്രസ്സ് പോലുമില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വന്ന് പ്ലിങ്ങസി ആയിട്ടുണ്ട്. കഷ്ടം തന്നെ ഗൈസ്. കുറേ മീനുകളെ പക്ഷെ നമ്മൾ പിടിച്ച് കൊണ്ടിട്ടിട്ട് കുറേ എണ്ണത്തിന് നമ്മൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം മീനൊന്നുമില്ല ഗൈസ്, കഷ്ടമാണ്. കാലമാടാ.